നിലവിലെ ദേശീയ വിവരാവകാശ കമ്മീഷൻ ചെയർമാൻ ആര്? ഉത്തരം രാജ്കുമാർ ഗോയൽ. രാജ്കുമാർ ഗോയലാണ് നിലവിലെ ദേശീയ വിവരാവകാശ കമ്മീഷൻ ചെയർമാൻ. ലിബറോ എന്ന പദം ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടതാണ്? ഉത്തരം വോളിബോൾ. ലിബറോ എന്ന പദം വോളിബോൾ എന്ന കായിക ഇനവുമായി ബന്ധപ്പെട്ടതാണ്. 2025 എഴുത്തച്ഛൻ പുരസ്കാരത്തിന് അർഹനായ കവിയാര്? ഉത്തരം KG ശങ്കരപ്പിള്ള. KG ശങ്കരപ്പിള്ളയാണ് 2025 എഴുത്തച്ഛൻ പുരസ്കാരത്തിന് അർഹനായ കവി. വടക്കേ അമേരിക്കയിലെ പ്രധാന പർവ്വതനിരകൾ ഏവ? ഉത്തരം റോക്കി, അപ്പലേച്ചിയൻ. റോക്കി, അപ്പലേച്ചിയൻ എന്നിവയാണ് വടക്കേ അമേരിക്കയിലെ പ്രധാന പർവ്വതനിരകൾ. 2026 ലോക പരിസ്ഥിതി ദിനത്തിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യമേത്? ഉത്തരം അസർബൈജാൻ. അസർബൈജാൻ ആണ് 2026 ലോക പരിസ്ഥിതി ദിനത്തിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ കടലാസ് രഹിത കോടതി എന്ന പേര് നേടുന്നത് ഏത് സ്ഥാപനം? ഉത്തരം കേരള ഹൈക്കോടതി. കേരള ഹൈക്കോടതിയാണ് ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ കടലാസ് രഹിത കോടതി എന്ന പേര് നേടുന്നത്. ആസൂത്രണ കമ്മീഷന്റെ ആദ്യ ഉപാധ്യക്ഷൻ ആര്? ഉത്തരം ഗുൽസാരിലാൽ നന്ദ. ഗുൽസാരിലാൽ നന്ദയാണ് ആസൂത്രണ കമ്മീഷന്റെ ആദ്യ ഉപാധ്യക്ഷൻ. പഞ്ചായത്തി രാജ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചതാര്? ഉത്തരം ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റുവാണ് പഞ്ചായത്തി രാജ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത്. കേരളത്തിലെ മികച്ച കായിക താരത്തിനുള്ള 37ാമത് ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ അവാർഡ് ലഭിച്ചതാർക്ക്? ഉത്തരം എൽദോസ് പോൾ. എൽദോസ് പോളിനാണ് കേരളത്തിലെ മികച്ച കായിക താരത്തിനുള്ള 37ാമത് ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ അവാർഡ് ലഭിച്ചത്. തിരുവിതാംകൂറിലെ ആദ്യത്തെ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് സർവീസ് ആരംഭിച്ചതാര്? ഉത്തരം CP രാമസ്വാമി അയ്യർ. CP രാമസ്വാമി അയ്യരാണ് തിരുവിതാംകൂറിലെ ആദ്യത്തെ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് സർവീസ് ആരംഭിച്ചത്. കേരളത്തിലെ 1500 അംഗനവാടികൾ NSS വളണ്ടിയർമാർ ഏറ്റെടുത്ത് നവീകരിക്കുന്ന പദ്ധതി ഏത്? ഉത്തരം സ്നേഹാങ്കണം പദ്ധതി. സ്നേഹാങ്കണം പദ്ധതിയാണ് കേരളത്തിലെ 1500 അംഗനവാടികൾ NSS വളണ്ടിയർമാർ ഏറ്റെടുത്ത് നവീകരിക്കുന്ന പദ്ധതി. കേരള ഫോക്ലോർ അക്കാദമി പ്രസിദ്ധീകരിക്കുന്ന മുഖപത്രം ഏത്? ഉത്തരം പൊലി. പൊലിയാണ് കേരള ഫോക്ലോർ അക്കാദമി പ്രസിദ്ധീകരിക്കുന്ന മുഖപത്രം. കൊച്ചിയിൽ ഇലക്ട്രിസിറ്റി സമരം നടന്നത് എപ്പോൾ? ഉത്തരം 1936. 1936 കൊച്ചിയിൽ ഇലക്ട്രിസിറ്റി സമരം നടന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചതാര്? ഉത്തരം DK കാർവേ. DK കാർവേയാണ് ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചത്. നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയുടെ ആസ്ഥാനം ഏത്? ഉത്തരം ന്യൂഡൽഹി. ന്യൂഡൽഹിയാണ് നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയുടെ ആസ്ഥാനം.